എങ്ങനെയൊക്കെയാണ് ഇത്തവണ 2026 ഈ പുതുവർഷത്തെ വരവേൽക്കും? ഓരോ തവണയും അത് അതിമനോഹര കാഴ്ചകളായിരിക്കും, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും ഫോർട്ട് കൊച്ചിയിലേക്കും ആ പാതയോരത്ത് ആകെയും ഉണ്ടാവുക. എങ്ങനെയാണ് ഇത്തവണ വെറൈറ്റി പിടിക്കുന്നത്? അതായത് കൊച്ചിയുടെ ഓരോ ഇടങ്ങളിലേക്കും ഇന്നെത്തുക കൊച്ചിക്കാർ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകളാണ്. അതായത് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട്, വിദേശികളുണ്ട്, സ്വദേശികളുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമുക്ക് കാണാം, 2 വിദേശികളുണ്ട്. യു ആർ ഫ്രം Italy. Yes, Italy. When come in Kochi? First time I came 30 years ago, and now we are here since 2 days. 30 years ago come? Yes, first time. How is the expectations in New Year celebration in Kochi? Actually, we didn't expect anything, so for us it's a we are super happy to be here, really. And we've never seen something before. This Papani is Italian old man. Wow! So we have to say bye-bye, no? 2025. Tell me, say in Italy. In Italy, we don't know, but it could be like Befana. Thanks a lot. Yes, it's very nice. Nice. Okay. Thanks a lot. Okay. We are very happy to stay here. Okay. എന്തായാലും ഇറ്റലിയിൽ നിന്നുള്ളവരാണ്. ആ ഇറ്റാലിയൻ ആയിട്ടുള്ള ആ ഒരു ഓൾഡ് മാനാണ് നിലവിൽ ഇവിടെ പപ്പാഞ്ഞിയായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേർ ഇവിടെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രത്യേകത. എവിടെ നിന്നാണ് വരുന്നത്? ഹിന്ദിയാണ്. ഫ്രം ഫ്രം മട്ടാഞ്ചേരി. മലയാളിയാണ്. മട്ടാഞ്ചേരി. എങ്ങനെയുണ്ട് ന്യൂ ഇയർ ആഘോഷമൊക്കെ? എങ്ങനെയുണ്ട്? പൊളിയല്ലേ, നമ്മളെ ടീമല്ലേ ആ നിക്കണേ. ഇന്ന് 12 മണിക്ക് ടീമിനെ കത്തിക്കാൻ പോണല്ലേ. പുള്ളിയുടെ ചായ ഉണ്ടാക്കിയേക്കണേ ആണല്ലേ? നോക്കിയേ, ഇത് മാത്രമേ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ ഒപ്പിച്ചെടുത്താണ്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കല്ലേ, കൊച്ചിക്കാർക്കല്ലേ. പിന്നെ ദൂരെ നിന്ന് ആൾക്കാർ വന്നെങ്കിലും പക്ഷെ കൊച്ചിക്കാരൊന്നും ഇങ്ങനെ എടുക്കാറില്ല. കൂടുതലും പുറത്തുള്ളവരാണ് ഇവിടെ കിടന്ന്. കോഴിക്കോട് കൊച്ചിക്കാർക്ക് ഇവിടെ തറക്കണ്ടേ? പിന്നെ പൊളിക്കാൻ 5 ദിവസമായിട്ട് നമ്മളിവിടെ ഉണ്ട്. കത്തിക്കണേ പുള്ളിനെ.